വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടലിനായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെൻ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു പെന്നിൻ്റെ ലീഫ്നറാണ്. അപ്പം ഈ ഒരു പെന്നിൽ അത്രയ്ക്ക് മഷി ഇല്ലായിരുന്നു, അതാണ് ഞാൻ ഇത് തന്നെ എടുക്കാൻ കാരണം. അപ്പോൾ നമ്മളിന്ന് മിനി ആയിട്ടുള്ള പെൻ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മഷി എത്രയുണ്ടോ അതിനേക്കാളും കുറച്ചും കൂടി താഴെയായിട്ട് വേണം നമ്മൾ എപ്പോഴും ലീഫ്നർ മുറിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മഷി ഊർന്ന് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ക്ലേ വെച്ചിട്ട് ഇഷ്ടമുള്ള കളർ ക്ലേ എടുക്കാൻ, ഞാൻ ഒരു പീച്ച് കളർ ഷെയ്ഡ് വരുന്നൊരു ക്ലേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് പെന്നിൽ. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട്, അതായത് ക്യൂട്ട്നെസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് വേറെ ഒരു കളർ ഷെയ്ഡ് പിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ക്ലേ. അതാണെങ്കിൽ നമ്മൾ കുറച്ച് നീളത്തിൽ ഒന്ന് ഉരുട്ടിയിട്ട് അത് 5 പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. അപ്പം ഇതുപോലെ 5 പീസസിന് നമ്മൾ നല്ല രീതിക്കൊന്ന് ഉരുട്ടി റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് എടുക്കണം. ഇനി നമുക്കിതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഒരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ പൂവിൻ്റെയൊക്കെ ആ ഒരു നടുക്കത്തെ മുട്ടില്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇതൊക്കെ ആ ഒരു യെല്ലോ കളറും ഒന്ന് ഉരുട്ടി കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്താൽ നല്ല കിടിലനായിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും. ഇനി നമ്മൾ ആ ഒരു പെന്നിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറകിലായിട്ട് നമ്മൾ കുറച്ചും കൂടി ക്ലേ എടുത്തിട്ടൊന്ന്, അതിൻ്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന ക്ലേ എടുത്തിട്ടൊന്ന് പരത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒട്ടിരിക്കാൻ ചാൻസ് കുറവാണ്. ഇനി നമ്മൾ കുറച്ച് ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് കുറച്ച് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഉണക്കിയും കൂടി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി നമുക്കൊന്ന് വർക്കാവോ നോക്കാം. അപ്പം കിടിലനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.